അല്ല, ശൈത്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അവർ തന്നെ സ്റ്റേജിൽ നിന്ന് അവർ തന്നെ സ്വയം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പൊസിഷൻ അല്ല, നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് ഞാൻ ഒരിക്കലും ഞാനെന്ന് പറഞ്ഞ വ്യക്തി നിരസിക്കത്തില്ല. ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നേ ഉള്ളൂ. അറിയാം, നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഡിസേർവ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിലുള്ള വേറൊരു അമ്മയും മകളും കുറച്ച് എന്താ പറയാ കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ശരിക്കും എന്താണ് സംഭവം, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പം അതിനെക്കുറിച്ച് ഒരാളുടെ പേഴ്സണൽ ഇപ്പൊ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടായിരിക്കും അല്ലെ, അത് അവരുടേതായ പേഴ്സണൽ കാര്യമാണ്. ഇപ്പം അതിന് എന്തെങ്കിലും നമ്മൾ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അതിൽ തന്നെ കുറെ പറയുന്നുണ്ട്, അവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടേണ്ടതായിരുന്നു, അങ്ങനെ 5th ആയിപ്പോയി എന്നുള്ള കാര്യം. അതിനെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയുന്നത്? അത് ഇപ്പൊ നമ്മളല്ലല്ലോ പറയണ്ടേ. ഈ പ്രോഗ്രാം ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്തതാണ്, അമൃത TV ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തതാണ്. അതിനിപ്പം സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ അത് നമ്മുടെ ഓരോ എപ്പിസോഡ്സ് വരുന്നുണ്ട്, നമ്മുടെ പെർഫോമൻസ്. ഇപ്പൊ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും പെർഫോമൻസ് കണ്ടിട്ട് അത് ഓഡിയൻസിന് തന്നെ വിലയിരുത്താന്നുള്ളതേ ഉള്ളൂ. ആരുടെ പെർഫോമൻസ്, ഏത് പെർഫോമൻസ് ആണ് നല്ലത്. തികച്ചും പെർഫോമൻസ് ബേസ് തന്നെയാണ് അവിടെ പോയിന്റ്, അവിടെ ഒരു വിധി നിർണയിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് പ്രേക്ഷകർക്ക് തന്നെ കമന്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ല, ശൈത്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും, ശൈത്യ അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്തായിരുന്നു? ശരിക്കും 5th പൊസിഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ മുന്നോട്ട് വരികയും ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാവാതെയും അങ്ങനെ അവർ തന്നെ സ്റ്റേജിൽ നിന്ന് അവർ തന്നെ സ്വയം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതൊരു നെഗറ്റീവ് തന്നെയാണല്ലേ? അവര് അതെല്ലാം പേഴ്സണൽ ആയിട്ടാണ്. ഇപ്പം അവരുടെ മനസ്സിൽ എന്താണ്, അവരൊരു അത് എല്ലാം തികച്ചും പേഴ്സണൽ ആണത്. ഇപ്പം ഞാനെന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രൈസ് മേടിക്കും, ട്രോഫി മേടിക്കും. അപ്പൊ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തുറന്നു പറയേണ്ടത് പറയും, ഇല്ല എന്നല്ല. നമുക്കിപ്പോൾ എന്താണ് അപ്പം ആ സിറ്റുവേഷനിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അത് ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു അംഗീകാരത്തിന് ഞാൻ നിരസിക്കില്ല. ഏതൊരു പൊസിഷനെ ഞാൻ ഇപ്പം ഒരു 1st ആണോ 2nd ആണോ 3rd 4th 5th അങ്ങനെ ഒരു പൊസിഷൻ അല്ല, നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് ഞാൻ ഒരിക്കലും ഞാനെന്ന് പറഞ്ഞ വ്യക്തി നിരസിക്കത്തില്ല. അതിനോട് ഇപ്പം എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ജഡ്ജസിന് എന്താ പറയാ, അപ്പം അവരെ ഒരിക്കലും റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോ ഒരു പ്രൈസ് മേടിക്കാതെ ഇറങ്ങി പോവാ, അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. അപ്പൊ അത് നിങ്ങളൊരു വിന്നറാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാം, അപ്പൊ നിങ്ങളുടെ ഒരു ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ശരിക്കും? അപ്പം അല്ല, ഞാനത് പറഞ്ഞതുപോലെ ഒരു അംഗീകാരത്തിനെ നിരസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഒരാളുടെ ഇമോഷനാണ്, എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ല നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ഒരു സമയത്ത്. അപ്പം ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ ചിലപ്പം പല രീതിയിലായിരിക്കും ഒരാളുടെ റെസ്പോൺസ് വരുന്നത്. ഇപ്പൊ ഞാനെന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നേ ഉള്ളൂ. മറ്റൊരാൾ ചെയ്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അവര് തന്നെ ആയിരിക്കണം റിപ്ലൈ തരേണ്ടത്. ഞാനെന്നൊരു വ്യക്തിയാണെങ്കിൽ അത് ചെയ്യില്ല. അവർക്ക് വിഷമമുണ്ടോ ഇങ്ങനെ ഫസ്റ്റ് കിട്ടിയതിലും പിന്നും എന്താ കുറെ ഇതൊക്കെ വരുന്നതുകൊണ്ട്? എനിക്ക് അങ്ങനെയില്ല. എനിക്കറിയാം, നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഡിസേർവ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വിഷമം അങ്ങനെ ഇല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ് അത് അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം ആൾക്കറിയാം, അവള് പറയുന്നുണ്ട് ശരിയാണ്, എനിക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കിട്ടുക.